2 വർഷത്തിനുള്ളിൽ നക്സലിസം വേരോടെ ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസന കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് 25 വർഷത്തെ അജണ്ടയാണുള്ളത്. അതേസമയം കൊറോണ വാക്സിൻ എടുക്കരുതെന്ന രാഹുലിന്റെ പ്രചരണം ജനങ്ങൾ മുഖവിലയ്ക്ക് എടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ കോർബയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വിമർശനം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നക്സലിസം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. നക്സലുകൾക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ നിരവധി ആൾക്കാർ ഇതിനോടകം തന്നെ കീഴടങ്ങി. 95 നക്സലുകളെ കൊല്ലപ്പെടുത്തുവാനും അതേപോലെ തന്നെ 350 നക്സലുകളെ അറസ്റ്റ് ചെയ്യുവാനും സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എടുത്തു പറഞ്ഞത്. 2 വർഷത്തിനുള്ളിൽ നക്സലിസം വേരോടെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വികസന കാര്യങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യവേ പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്, അത്തരത്തിലൊരു ട്രാക്ക് പ്രധാനമന്ത്രിക്കുണ്ട്. മാത്രമല്ല, 25 വർഷത്തെ വികസന അജണ്ട മനസ്സിൽ കരുതുന്നയാളാണ് പ്രധാനമന്ത്രി എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്താൻ അദ്ദേഹം മറന്നില്ല. പ്രധാനമായും കൊറോണ വാക്സിൻ സംബന്ധിച്ചാണ്. കൊറോണ വാക്സിൻ ഒരു കാരണവശാലും എടുക്കരുതെന്ന വലിയ പ്രചരണം കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് രാത്രിയുടെ മറവിൽ തന്റെ സഹോദരിയുമായി എത്തി രാഹുൽ വാക്സിൻ സ്വീകരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. ഛത്തീസ്ഗഡിലെ കോപ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം അമിത്ഷാ ഉയർത്തിയത്. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.